വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ 7 ഡേ സീരീസിലത്തെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പിമ്പിൾ റിമൂവിംഗ് ക്രീമാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം ഒന്നുമല്ല കേട്ടോ, നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. പിന്നെ ഇതെന്താ പിമ്പിൾ റിമൂവിംഗ് ക്രീം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരിക്കലും മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ പാടില്ല. നമുക്ക് എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രമേ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 3 തരത്തിലുള്ള പിമ്പിൾ റിമൂവിംഗ് ക്രീമുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതും ഹോം റെമഡി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ സൗകര്യം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവൈലബിൾ ഉള്ളതെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യത്തെ ഹോം റെമഡി വന്നിട്ട് കറുവപ്പട്ടയും തേനുമാണ് എടുക്കുന്നത്. കറുവപ്പട്ട നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിവിടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് എത്രയാണോ മുഖക്കുരു ഉള്ളത് അതിനനുസരിച്ചിട്ട് ഈ കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഈ കറുവപ്പട്ടയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ മുഖക്കുരു പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ തേൻ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത്രയും തേൻ നമ്മൾ ചേർത്ത് കൊടുക്കുക. തേനെന്ന് പറയുന്നത് ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖക്കുരുവിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ബാക്ടീരിയകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തേൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ധാരാളം അമിനോ ആസിഡ്സും വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും എല്ലാം ഈ തേനിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എവിടേക്കാണോ നമുക്ക് മുഖക്കുരു ഉള്ളത് ആ മുഖക്കുരുവിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഇത് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് കഴുകി കളഞ്ഞാൽ മതി. ഇനി അടുത്തത് രക്തചന്ദനാണ്. ഞാനിവിടെ രക്തചന്ദനത്തിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ ആര്യവൈദ്യശാലയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഒരു 5-6 വർഷത്തേക്ക് ഈ ഒരു പീസ് തന്നെ ധാരാളം മതി. പിന്നെ ഇതിൻ്റെ പൗഡറും വാങ്ങിക്കാൻ കിട്ടും. അത് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മിക്കല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു കരിങ്കല്ലിൻ്റെ പീസിൽ വെച്ചിട്ടോ ഒക്കെ ഈ ഒരു രക്തചന്ദനം അരച്ചെടുക്കാൻ പറ്റും. പിന്നെ രക്തചന്ദനത്തിൻ്റെ പൊടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഉരച്ചെടുക്കുന്നതാണ്. അതായിരിക്കും നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു രക്തചന്ദനം നിങ്ങൾക്ക് ചെറുനാരങ്ങ അലർജി ഇല്ലെങ്കിൽ അതിലും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കാണോ പിമ്പിൾസ് ഉള്ളത് അതിൻ്റെ മുകളിൽ മാത്രം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ എണീറ്റ് കഴുകി കളഞ്ഞാൽ മതി. ഇനി അടുത്തത് വന്നിട്ട് ആര്യവേപ്പിലയുടെ പൊടിയും ചെറുനാരങ്ങയും കൂടെ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആര്യവേപ്പില ചെറുനാരങ്ങ ചേർത്ത് അരച്ചെടുത്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ആര്യവേപ്പിലയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് നമ്മുടെ കുരു ഉണ്ടാക്കുകയും ആ കുരുവിനെ വളരെ മോശമാക്കുകയും ചെയ്യുന്ന ബാക്ടീരിയകളെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കാണോ പിമ്പിൾസ് ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ എണീറ്റ് കഴുകിക്കളയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.